പാലത്തിനും നന്ദിയാട്ടുപാലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നിഗൂഢങ്ങളുടെ താഴ്വരയായ ഉത്തമശ്ശേരി. ചുറ്റിയൊഴുകുന്ന പുഴയ്ക്കും വനാന്തരത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന മരണത്തിൻ്റെ നിഴൽപാകുന്ന ഇല്ലം. ഒരു നിലവിളി ശബ്ദത്തിന് പോലും കാതുകളെ തഴുകുവാൻ വിധിയില്ലാത്ത ഇടം. സുമതിയുടെയും രാധയുടെയും പ്രേടമായിരുന്ന വനാന്തരത്തിലെ ഒറ്റപ്പെട്ട ഇല്ലം. 2 സ്ത്രീകൾ മാത്രം കാലങ്ങളോളം വസിച്ചിരുന്ന വാസസ്ഥലം. സുമതിയുടെയും രാധയുടെയും നല്ല കാലത്തിനും നല്ല പ്രായത്തിനും മോശം കാലത്തിനും തിരിതെളിച്ച വീട്. പുറത്തുനിന്ന് ആരുടെയും നിഴൽ പതിയാത്ത ഇടം എന്ന നിലയിൽ അവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം. വെളിച്ചമോ വഴി സൗകര്യമോ ഇവിടേക്കില്ലാതിരുന്നു. മക്കളെ കെട്ടിച്ചയച്ച് സൗര്യജീവിതം നയിച്ചു വന്ന സഹോദരിമാർ കാലങ്ങൾ കഴിയവേ ഒരു നാൾ രാധയെ കാണാമറയത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് നിഗൂഢതകളുടെ ആരംഭവും അവസാനവും. പല കഥകൾ പുറം ലോകവുമായി ബന്ധമില്ലാതിരുന്ന അവരെക്കുറിച്ച് അങ്ങാടി കവലകളിൽ അഗ്നി പോലെ പടർന്നു. നാലാൾ കൂടുന്നിടത്തെല്ലാം 4 കഥകളായി മാറി. കേട്ടറിഞ്ഞ കഥകൾ കാതുകൾ മാറും തോറും പല കഥകളായി ജന്മം കൊണ്ടു. യാഥാർത്ഥ്യം എന്തെന്നറിയാത്ത പൊയ്ക്കഥകളിൽ അവൾ ഏതോ ചെറുപ്പക്കാരനൊപ്പം ഒളിച്ചോടിപ്പോയി എന്നും ഒളിച്ചോടിയല്ല, അവൻ്റെ കൂടെ ബസ്സിലോ ഓട്ടോയിലോ ആണ് പോയതെന്നും പരദൂഷണക്കാർ പറഞ്ഞു വരുത്തി. അറിവില്ലായിരുന്ന കാലത്തിൻ്റെ അഗാധതലങ്ങളിൽ മോക്ഷമില്ലാതെ അവളുടെ കഥകൾ ഓളപ്പരപ്പിൽ മോചനം കാത്തലഞ്ഞു നടന്നു. അന്വേഷണങ്ങൾ പല വഴിക്ക്, കഥകൾ പല വഴിക്ക്. സുമതി അവളെ കൊന്നു തള്ളിയെന്നും ദുർമന്ത്രമാകത്തിന് ഇരയാക്കിയെന്നും അന്തർലീനമായ പൈശാചിക ശക്തിക്ക് അവൾ ഇരയായെന്നും മറുപുറം തേടിയവർ ചീന്തിയെടുത്തു. കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കഥകളുടെ ആഴവ്യാപ്തിയിൽ വീണ്ടും വിസ്മൃതിയിലകപ്പെട്ട ഇല്ലവും സുമതിയും ആരുടെയും നിഴൽവട്ടത്തിന് പോലും ഇടം കൊടുക്കാതെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പഴങ്കഥകൾ ഒഴുകി നടക്കുന്നതിനാൽ പുറം ലോകവും അവിടേക്ക് അടുക്കുവാൻ ഭയപ്പെട്ടു. ഇത് മുതലെടുത്ത സുമതി സ്വൈര്യമായ ജീവിതം മുന്നോട്ടേക്ക് തള്ളി നീക്കി. കഥകൾ ചീന്തിയെടുക്കുന്ന അങ്ങാടിക്കടകളിലെ മുറി സാഹിത്യകാരന്മാർ നേരൻ പോക്കിന് വീണ്ടും അവളെ ഇരയാക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു വീടും സ്ത്രീയും അവിടെ ഉണ്ടോ എന്ന് തന്നെ അറിവില്ലാത്ത മയിൽപ്പാട് അകലെ തന്നെ അവിടേക്കടുക്കുവാൻ മുട്ടിടിക്കുന്ന കമ്പോളങ്ങളിലെ പരദൂഷണക്കാർ വീണ്ടും അവളുടെ കഥകൾക്ക് ജന്മം നൽകുവാൻ നാവ് ചലിപ്പിച്ചു തുടങ്ങി. പലവിധ കഥകളും നദി പോലെ പ്രയാണം തുറന്നുകൊണ്ടേയിരുന്നു. കേട്ട് കേൾവികളിൽ കഥകളെ തേടിയെത്തുന്ന ധീരന്മാർ കാണാമറയത്തേക്ക് മഞ്ഞുപോലെ മിന്നിമായുവാൻ തുടങ്ങി. പൊയ്ക്കഥകളിൽ ആകൃഷ്ടരായി സുമതി തേടിയിറങ്ങിയ ചെറുപ്പക്കാരും ഓരോ കഥകളായി വാനിൽ പറന്നു മാറി. ഇല്ലത്തെ ചുറ്റിപ്പറ്റി അദൃശ്യശക്തിയുണ്ടെന്നും രാധയുടെ ആത്മാവ് വിരഹിക്കുന്നുണ്ടെന്നും വിശ്വാസങ്ങൾ ഉടലെടുത്തു. ഇരുട്ടിൻ്റെ മറവിൽ ശവസംസ്കാരവും മനുഷ്യ ശരീരം കത്തിയമരുന്ന ഗന്ധവും അരളിപ്പൂമണത്തിൽ അരിഞ്ഞു ചേർന്നു. കാലങ്ങൾ മുന്നോട്ട് കടക്കവേ, മനുഷ്യജന്മങ്ങളും മാറിമറിയവേ, നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ നിശ്ചയദാർഢ്യവുമായി മുന്നേറിയവർ ആഭിചാരക്രിയകളും മന്ത്രവാദവും വശമുള്ളവരുമായി സുമതിയുടെ വളവിലെ വീട് വളഞ്ഞു. ശൂന്യമായി കിടക്കുന്ന പരിസരത്തെ പാരമണം അവരുടെ നാസാകുഹരത്തെ തുളച്ച് തലച്ചോറിലേക്ക് കടന്നു. എത്രയും വേഗം മടങ്ങുവാനുറച്ച അവർ വാതിൽ തകർത്ത് അകത്ത് കടന്നു. കാലങ്ങളായി ആളനക്കമില്ലാത്ത ഇല്ലം. വവ്വാലുകളും ചിലന്തിവലകളും നിറഞ്ഞ് കരിമ്പൂച്ചകളും മരപ്പട്ടികളും മച്ചുമാന്തി ഇറങ്ങുന്ന കാഴ്ച അവരെ പരിഭ്രാന്തരാക്കി. ഒന്നായി വന്നവർ പലരായി മാറി, പല വഴി തേടി. മഴ കാത്തു കഴിയുന്ന വേഴാമ്പൽ പോൽ മോക്ഷം കാത്ത് ഇന്നും സുമതിയുടെ വളവിലെ വീട് തല ഉയർത്തി തന്നെ നിറഞ്ഞു നിൽക്കുന്നു.